മാറ്റിയ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഐക്ലൗഡ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ഈ പരിപാടിയിൽ രണ്ടാമത്തെ വർഷവും ഭാരഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. കഴിഞ്ഞ വിൻസൻ സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭംഗിയായി ഈ വർഷവും ഈ പരിപാടി നടത്താൻ കഴിഞ്ഞു. അടുത്ത വർഷം ഇതിലും ഭംഗിയായി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച യങ് ഇന്ത്യൻസിനും ബാക്കി എല്ലാ സന്നദ്ധ സംഘടനകൾക്കും ഇതിലെ പാർട്ടിസിപ്പൻസിനും വിജയികൾക്കും എല്ലാം എൻ്റെ ആശംസകൾ. ഈ കോവളം മാരത്തണിന് വേണ്ടി നമ്മൾ ചിലവിട്ട അർപ്പണ ബോധത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം അടുത്ത ഒരു വർഷത്തെ നമ്മുടെ ഹെൽത്തിന് വേണ്ടി ഡെയിലി ഒരു 1 hour എങ്കിലും മാറ്റിവെക്കാൻ ഈ അർപ്പണ ബോധത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരു വർഷം കിടഞ്ഞ് പരിശ്രമിക്കണം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ മാഡം ഇന്ന് നമ്മുടെ കൂടെ ഒരു റേസർ കൂടിയാണ്. ഷീ റാൻ ദ ഹാഫ് മാരത്തോൺ. സോ കൺഗ്രാറ്റുലേഷൻസ് മാം. Can you share the experience? I would say absolutely wonderful experience, and the kind of arrangements that have been done by all the stakeholders coming together, the volunteers, the large number of volunteers that had been deployed throughout the route. They were there providing hydration, they were there cheering you on as you were running. The entire set of arrangements was very good, and the message that is going to the society, the message of staying away from the drugs, adopting a healthy lifestyle, striving for fitness, I feel that is actually the need of the hour. And thanks to Young Indians, iCloud Homes, and all the entities, SUT Hospital, who were associated with the Kovalam Marathon. As you know, നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ഒരു വർഷം ഇത് കൂട്ടി ലോകപ്രിയമായി മാറുന്നുണ്ട്. So every year it is becoming more and more popular, and we are seeing the participation of people from across walks of life. Today I'm further happy because my son, without even any preparation, he also tagged along with me and finished the full half marathon. So pretty happy. Congratulations to all the stakeholders who made it happen. Thank you. Shyam sir, our IG is here. Sir has been a constant supporter since the beginning of Kovalam Marathon. Sir, good this year. ബഹുമാനപ്പെട്ട MLA ഡയസിലേക്ക് നമുക്ക് കളക്ടർ ശങ്കരി, എല്ലാവർക്കും നമസ്കാരം. ഇത് കോവളം മാരത്തണിൻ്റെ 3ാമത്തെ എഡിഷനാണ്. ഇത് വളരെ ഭംഗിയായി നടന്നത് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമായി തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 3, 3:30, 4 മണിക്കാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ട്രാഫിക് ക്ലിയർ ചെയ്ത് റൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും വളരെയേറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയായി ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്. അതിന് ഞാൻ ACP ട്രാഫിക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സായ ബാക്കി എല്ലാ പോലീസുകാർക്കും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് നൽകാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഐ വാസ് സർപ്രൈസ് ടു ഫൈൻഡ് അവർ യങ് ആൻഡ് ഡൈനമിക് കളക്ടർ Anu, and very glad to know that she has completed a half marathon. It's really inspiring for all youngsters who are present here. And ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് യങ് ഇന്ത്യൻസിന്റെ നേതൃത്വത്തിൽ ഡ്രഗ്സിനെതിരെ ഒരു മേജർ സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് യങ് ഇന്ത്യൻസിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റുമായി സഹകരിച്ച് ഡ്രഗ്സിനെതിരെയുള്ള യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു ഫോർമൽ ഇനോഗ്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല, അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ബട്ട് അതൊരു മൈൽ സ്റ്റോൺ ആവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് 3ാമത്തെ എഡിഷനാണ്. ഇതുപോലെ തന്നെ അടുത്ത തവണയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന തവണയും ഇത് ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതൊരു ഗ്ലോബൽ ഇവന്റായി മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you, sir. Our second sponsor this time was APAR and Adarsh sir from APAR. Thank you. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ കോവളം മാരത്തോണിൻ്റെ പ്രവർത്തകരോടുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഏകദേശം 67 വർഷത്തെ പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെയുള്ളൊരു കമ്പനിയാണ്. നമ്മൾ കേരളത്തിൽ ഇന്ന് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 വർഷം പൂർത്തിയാവാൻ പോവാണ്. അപ്പം നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് നമുക്ക് കേരളത്തിനുടനീളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ ഒരു മാരത്തോണിൽ ഒരു കോ സ്പോൺസറായിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ
അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചതിൽ നിങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഏതൊരു പരിപാടിയുടെയും വിജയം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ കണ്ട ഈ ജനപ്രവാഹം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഇതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അതുപോലെ യങ് ഇന്ത്യൻസിൻ്റെ സാരഥികളോടുള്ള സന്തോഷവും കടപ്പാടും വ്യക്തിപരമായ പേരിടും അപ്പാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ പേരിലും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SUT ഹോസ്പിറ്റൽ നമ്മുടെ മെഡിക്കൽ പാർട്ണറാണ് മണാലി സാർ. എന്നും യങ് ഇന്ത്യൻസിന് ഒരു വഴികാട്ടിയും സുഹൃത്തുമായിരുന്നു സാർ. എല്ലാവർക്കും നമസ്കാരം. യങ് ഇന്ത്യൻസിന് എൻ്റെ അഭിവാദ്യങ്ങളും കോംപ്ലിമെൻറ്റ്സും. ഇത് മൂന്നാമത്തെ എഡിഷൻ ആയപ്പോഴേക്കും ഇത് ഒരു ജനമുന്നേറ്റം തന്നെയായി മാറുന്ന കാഴ്ചയാണ് ഞാൻ രാവിലെ മുതൽ കണ്ടത്. വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമാകുന്നതിൽ. ഒരു മെഡിക്കൽ പാർട്ട്ണർ എന്ന നിലയ്ക്ക് ഞാനിതിനെ കാണുന്നത് ഇതുപോലെ തുടർന്നും വർഷം മുഴുവൻ ആൾക്കാർ തിരുവനന്തപുരത്ത് കംപ്ലീറ്റ് ജനത ഇതിൽ ഓടിക്കൊണ്ടിരിക്കട്ടെ, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ SUT പോലുള്ള ഞങ്ങളുടെ ആശുപത്രികൾക്ക് പണിയില്ലാതാകട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് സാർ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത്ര മനോഹരമായ ഒരു വെന്യൂവിൽ ഇത്ര സീംലെസ് ആയിട്ട് ഇത് ഓർഗനൈസ് ചെയ്യാൻ യങ് ഇന്ത്യൻസിന് 3 പ്രാവശ്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ലീലയ്ക്കാണ്. ലീല രവീസ് അത്രയ്ക്കും നമ്മളോട് കോപ്പറേറ്റ് ചെയ്തു. കോ സ്പോൺസർ ആയിട്ട് തന്നെ ഇപ്രാവശ്യം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓവർ ടു ലീല. Hello everyone, good morning. First of all, congratulations. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും 3 മണി 2 മണിക്ക് വരെ വന്നിട്ട് ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കും ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും congratulations from me and the whole team from your team at the Leela Ravis Kovalam. We are hugely honored to be part of this initiative. I think bigger and better is our goal. Next year also we look forward to associating with you all. താങ്ക് യു സോ മച്ച്. നമ്മുടെ യങ് ഇന്ത്യൻസിന്റെ ഈ മൂന്നാമത്തെ എഡിഷനിൽ പങ്കുചേരാനായിട്ട് റായ്പൂരിൽ നിന്ന് ഓൾ ദ വേ 2500 കിലോമീറ്റേഴ്സ് അവേ യങ് ഇന്ത്യൻസിന്റെ നാഷണൽ ചെയർ Tarang has been here. So I now invite Tarang for a few words and then to hand over the mementos to our guests on stage. Thank you. Good morning. Namaskaram. Tarang Khurana from Raipur, Chhattisgarh. As Arun mentioned, 2,500 kilometers, but worth every step, every kilometer undertaken. I'm so blessed, so happy to be here in this lovely place in Kovalam, in Trivandrum, my first visit. And I could not expect anything better than the 1,500 people of the city coming together for a cause. Thank you, Trivandrum, for showing up for Young Indians. Young Indians will continue to do their best for the city. I request the support of the Honorable MLA, of the Honorable District Collector as well, to continue supporting Young Indians in all the endeavors that they do, because they will always go above and beyond in service of the society. Thank you all for joining us today. I am truly blessed to be a part of this gathering this morning. Thank you. I request Tarang to hand over the mementos to the chief guest. First to our dear MLA Vincent sir. Vincent sir, kindly accept the to Biju sir of iCloud Homes. To Monali sir of SUT Hospital. To Adarsh sir of APAR. To Adira ma'am of Leela. To our district collector Anu Kumari ma'am, please give a big round of applause for completing the half marathon. To IG Shyam sir, who has always been our great support. And I would like to invite to stage ACP Suresh sir
for the selfless service that the police has given us. So if you're here, kindly come on stage. Suresh sir. I think he is on duty even now. So thank you so much, dear guests. I don't want to keep you in the sun. I'll call you back one by one for giving away the awards when we have it tabulated. Thank you so much for being part of the Kovalam Marathon. Thank you, Tarang. We have received a vehicle key from the starting area. If anyone has lost vehicle. Vincent sir. So now we'll start with half marathon men. Half marathon men, the awards. Please be ready. Thank you so much, Vincent sir, for giving away the award. First, I'll be announcing Manoj RS, bib number 2198. Manoj, please come to the stage. The first runner-up is Mr. Sushil with bib number 2193. Please come to the stage. Jayendran Sundaram with bib number 2061 is the first runner-up in the age category 46 to 56 years. So we have come to the end of the award ceremony. Thank you so much. We have come to the end of the award ceremony, and officially Kovalam Marathon 3rd edition comes to a close. I invite the entire Young Indians family that's here to please come to the stage. Young Indians who are organizers. Moving on to the second runner-up, it's Udayan M with bib number 4017. Congratulations, Udayan.